അമേരിക്ക ഒടുവിൽ ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ തകർക്കാൻ ലക്ഷ്യമിടുന്ന ഭീകര സംഘടനകൾക്ക് ഇപ്പോഴും സുരക്ഷിത താവളം ഒരുക്കുന്നത് അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ തന്നെയാണ്. മാർച്ച് 25-ന് പുറത്തുവന്ന അമേരിക്കൻ കോൺഗ്രഷണൽ റിസർച്ച് സർവീസിന്റെ CRSന്റെ പുതിയ റിപ്പോർട്ടിലാണ് പാകിസ്ഥാന്റെ ഈ തനിനിറം വീണ്ടും വ്യക്തമാകുന്നത്. ദക്ഷിണേഷ്യൻ കാര്യങ്ങളിലെ വിദഗ്ധനായിട്ടുള്ള അലൻ ക്രോൺസ്റ്റാഡ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ട് പ്രകാരം അമേരിക്ക വിദേശ ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ച 15ഓളം ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ യാതൊരു തടസ്സവുമില്ലാതെ പ്രവർത്തിക്കുന്നു. ഇന്ത്യയും പ്രത്യേകിച്ച് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരിനെയും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ-ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയ്ക്ക് പുറമെ ഹർക്കത്തുൽ ജിഹാദ് ഇസ്ലാമി, ഹർക്കത്തുൽ മുജാഹിദീൻ എന്നീ സംഘടനകളും ഇതിൽ ഉൾപ്പെടുന്നു. 166 പേരുടെ ജീവനെടുത്ത 2008-ലെ മുംബൈ ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയ ഹാഫിസ് സയ്യിദിന്റെ ലഷ്കർ-ഇ-ത്വയ്ബ ഉപരോധങ്ങളെ മറികടക്കാൻ ജമാഅത്ത് ഉദ് ദാവ എന്ന പേരിൽ പാക് പഞ്ചാബിലും പാക് അധിനിവേശ കാശ്മീരിലും സജീവമാണ്. ഇവർക്ക് ആയിരക്കണക്കിന് സായുധരുമുണ്ട്. 2001-ലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണത്തിൽ പങ്കെടുത്ത മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദിന് ഇന്ത്യയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായി 500-ലധികം സായുധ പിന്തുണക്കാരുണ്ട്. ജമ്മു കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനു പുറമെ അമേരിക്കയ്ക്കെതിരെയും ജെയ്ഷെ മുഹമ്മദ് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. 1500ഓളം അംഗങ്ങളുള്ള ഹിസ്ബുൾ മുജാഹിദീനും ഇതേ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഈ സംഘടനകൾ അൽ-ഖ്വയ്ദ, അതിന്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ വിഭാഗമായിട്ടുള്ള AQIS തുടങ്ങിയ ആഗോള ഭീകര സംഘടനകൾക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളെ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവർ, അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ളവർ, ഇന്ത്യ കാശ്മീർ ലക്ഷ്യമിടുന്നവർ, ആഭ്യന്തര തീവ്രവാദികൾ, ഷിയ വിരുദ്ധർ എന്നിങ്ങനെ 5 വിഭാഗങ്ങളായിട്ടാണ് അമേരിക്കൻ റിപ്പോർട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഭീകരരെ നേരിടാൻ 2014-ൽ പാകിസ്ഥാൻ ഒരു ദേശീയ കർമ്മ പദ്ധതി പ്രഖ്യാപിക്കുകയും വ്യോമാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള സൈനിക നീക്കങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഭീകര സംഘടനകളെ ഇല്ലാതാക്കാൻ അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ ഒരു വശത്ത് ബലൂചിസ്ഥാനിലും ഖൈബർ പക്തുൻഖയിലും ആഭ്യന്തര സംഘർഷങ്ങളുടെ ഇരയാണെന്ന് നടിക്കുമ്പോഴും മറുവശത്ത് ഇന്ത്യയെ ലക്ഷ്യമിടുന്ന ഭീകരർക്ക് ഒത്താശ ചെയ്യുകയാണ്. പാകിസ്ഥാനിലെ പല മദ്രസകളും ഇപ്പോഴും തീവ്രവാദ ചിന്താഗതികൾ വളർത്തുന്നതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ മേഖലയിൽ സമാധാനം സാധ്യമല്ല എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും നിലപാടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഭീകര സംഘടനകളെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പാകിസ്ഥാന്റെ കഴിവുകേടും വിമുഖതയുമാണ് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷം വർദ്ധിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാന്റെ മണ്ണിലെ ഇന്ത്യ വിരുദ്ധ ഭീകര ക്യാമ്പുകൾ ഇന്ത്യക്ക് മാത്രമാണ് ഭീഷണി എന്നാണ് ഇതുവരെ ലോകം കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ അമേരിക്കയ്ക്കും മൂട്ടിൽ ചൂട് തട്ടി തുടങ്ങിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.